ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന്. കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആങ്കറിനെ പറ്റിയിട്ടാണ്. ആ ആങ്കർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്ര വൃത്തികെട്ട ഒരു ചോദ്യമായിട്ട് അത് കണ്ട എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്നുമില്ലെങ്കിലും അവൻ അമ്മ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയാണ്. അവനെ മകനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ് രേണു. ഇപ്പം രേണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് രേണുവിന് യാതൊരുവിധ റെസ്പോൺസും ഇല്ലായിരുന്നു. രേണു വലിയ രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെയായിരുന്നു അതിന് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബേസിക്കലി അത് യോജിക്കാൻ പറ്റിയില്ല. അത് എന്തൊക്കെ ആയാലും അവരുടെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തെറ്റ് തന്നെയാണ്. അപ്പം എന്തായാലും ഇപ്പം ആ ഒരു ആങ്കറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു വോയിസും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. രേണുവിന് ട്രീറ്റ്മെൻറ്റിനെ കണ്ട് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇൻ്റർവ്യൂ ചോദിച്ചതെന്നും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു വോയിസ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ പുള്ളിക്കാരത്തി തരുന്നത്. ചിത്ര, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് രേണുസുധിക്കെതിരെയും നമ്മുടെ രേണുവിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമേ രേണുവിനെ ട്രീറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ രേണുവിൻ്റെ ഫാമിലിയോടൊക്കെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, രേണുവിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെ ആണോ, ഇൻ്റർവ്യൂ ചെയ്യണോ എന്നുള്ളതിൻ്റെ ഒരു സാമാന്യ ബോധം നിങ്ങളുടെ ചാനലിലുള്ള ആൾക്കാർക്കാണ് വരേണ്ടത്. രേണുവിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് പകുതി ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 3rd സ്റ്റേജോ 4th സ്റ്റേജോ അങ്ങോട്ടാണ്. അപ്പം ഇത്രയും ഒരു വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും ഇൻ്റർവ്യൂ കൊടുത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി മാക്സിമം നെഗറ്റിവിറ്റി മേടിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഒഴിവാക്കാമായിരുന്നു. ഇവൻ അത് രേണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. എനിക്ക് രേണുവിൻ്റെ അടുത്ത് ഇതാ പറയാനുള്ളത്. രേണുവിന് സുഖമില്ല എന്നറിഞ്ഞൊരു നിമിഷം തൊട്ട് ഞാൻ ഈ ഒരു പരിപാടി ഇറക്കിയതാണ്. ഗുണം പറയാനും ദോഷം പറയാനും ഞാൻ വന്നിട്ടില്ല. ഞാൻ അത് വെച്ച് ഉപേക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായിട്ടായിരുന്നു രേണു ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. അതിനകത്ത് കിടന്ന് ഈ പൊട്ടിത്തെറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. കാര്യം രേണുവിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. രേണു ഇങ്ങനൊരു മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. രേണു അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് റിക്കവർ ആയിട്ട് പഴയതുപോലെ തിരിച്ചു വരിക. ആ സമയത്ത് രേണുവിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കുറ്റം പറയുന്നതിനകത്ത് പ്രശ്നമില്ല. കാര്യം സോഷ്യൽ മീഡിയ ആകുമ്പോൾ രേണു അങ്ങോട്ട് എന്തെങ്കിലും കാണിക്കുക, അത് തീർച്ചയായിട്ടും വിമർശിക്കും. രേണു തിരിച്ച് പറയാം. ആ ഒരു രീതിയിൽ അതങ്ങ് പോകും. പക്ഷേ ഇത്രയും മോശമായിട്ടിരിക്കുന്നൊരു സിറ്റുവേഷനിൽ അത് കാണിക്കുന്നത് ശരിയല്ല. നമ്മളാരും രേണു എന്ന് പറയുന്നൊരു വ്യക്തി ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാവണം, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും വീഡിയോ കേട്ടില്ല. രേണുവിനെ മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഇവിടെ പല ആൾക്കാരുടെയും ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നു കുടുംബത്തിലിരിക്കുന്ന കൊച്ചു കുട്ടികളെ വരെ അനാവശ്യം പറയുന്നു എന്ന തരത്തിൽ വന്ന് സംസാരിക്കുന്നു. ഏത് കുടുംബത്തിലിരിക്കുന്ന കൊച്ചു കുട്ടികളെ പറ്റിയിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞൊരു പർട്ടിക്കുലർ ഒരു പേഴ്സൺ ഉണ്ട്, ഒരു യൂട്യൂബർ ആയിട്ടുള്ള അവരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പക്ഷേ ബാക്കിയുള്ള എല്ലാ യൂട്യൂബേഴ്സിനെയും അതിനകത്തോട്ട് ട്രാഗ് ചെയ്യരുത്. എൻ്റെ കണ്ണിൽ ഞാൻ ഒരു യൂട്യൂബേഴ്സും മോശമായിട്ട് അതായത് വീട്ടിലിരിക്കുന്ന കൊച്ചുങ്ങളെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം, മോശമായിട്ട് ഒരു വാക്ക് ഞാൻ പറയാറില്ല. ഞാനൊരു തെറി വന്നിരുന്ന് സംസാരിക്കാറില്ല. ഞാൻ വിളിക്കാറില്ല. ഏതൊരു പോലീസുകാരൻ്റെ അടുത്ത് മുന്നിൽ കൊണ്ടുവന്ന് എൻ്റെ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴും അതിനകത്ത് ഒന്നും കാണത്തില്ല എന്ന് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. കാര്യം നമുക്ക് നല്ല ബോധമുണ്ട്. എന്നാൽ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ തെറി വിളിക്കാത്ത ഒരാളല്ല. ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ് അങ്ങനെയൊന്നും അല്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തെറി വിളിക്കാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ട് സംസാരിക്കാറുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാന്യത മാക്സിമം കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ പ്രസ് മീറ്റ് കൊടുത്ത ആൾക്കാരുടെ അടുത്താണ് പറയാനുള്ളത്, ഈ വീട്ടിലിരിക്കുന്ന കൊച്ചുങ്ങളെ അങ്ങനെയൊക്കെ അപവാദം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ബാക്കി 36 ചാനലുകളുണ്ട്, 32 ചാനലുകളുണ്ട്, അവരെല്ലാവരും ഇത് തന്നെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നിങ്ങൾക്ക് വിരോധമുള്ള ആരാണ് അവർക്കെതിരെ നിങ്ങൾക്ക് കേസിന് പോകാം, കോടതിയിൽ പോകാം. കൊച്ചുങ്ങളെ അബ്യൂസ് ചെയ്യുന്നത് നമുക്ക് ചൈൽഡ് ലൈൻ ഉണ്ട്, എല്ലാ വഴിയിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. എന്തിനാ പറഞ്ഞ വീഡിയോ വരെ നിങ്ങൾക്ക് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അല്ലാതെ ബാക്കിയുള്ളവരും ഇത് തന്നെയാണ് പണി, മറ്റേതാ മറിച്ചതാന്നൊക്കെ പറയുന്നതിനകത്തോട്ടൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല.
വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത്. മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണുസുതി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണുസുതിയുടെ ഭാഗത്തു നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണുസുതിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. നിങ്ങളുടെ സ്റ്റാഫായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. അതിന് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം എന്തോ? സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ആ പറഞ്ഞ സ്റ്റാഫ് ആരാ, സ്റ്റാഫിനെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് സംസാരിക്കുക. കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ നിൽക്കല്ലേ. ഇനിയിപ്പോൾ രേണു അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പറയുക, ഞാൻ അതിന് വന്നിട്ട് വളരെയായിട്ട് രേണുവിനൊന്നും പറയുന്നില്ല. കാര്യം അവരടുത്ത് ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലേ? എനിക്കതാ അറിയാൻ മേലാത്തത്. നിങ്ങൾ ഈ ഒരു സാഹചര്യം എന്തിനാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്ന ഒരു കേസേ ഉള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചതിനകത്തോട്ട് ആരാണ് യോജിക്കുന്നത്? ഒരു മനുഷ്യർ യോജിക്കത്തില്ല. അത് നിങ്ങൾ എത്ര ന്യായീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളയായിരുന്നു. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ് ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ തന്നെ. കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് എന്നാണ് നിങ്ങൾ ഇവിടെയും പറയുന്നത്. ഇതിപ്പോൾ ഏത് രീതിയിൽ ഈ ഒരു സാധനം എത്തി നിൽക്കുക? അത്യാവശ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന ആൾക്കാർ വരെ തിരിഞ്ഞ്. രേണു ആ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ രേണു ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണെന്ന് ചോറുണ്ടെന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. കിച്ചുവിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. രേണുവിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. രേണുവിന് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. രേണുവിന് ഇപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാം, രേണു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയാം, അങ്ങനെയൊക്കെ രേണുവിന് സംസാരിക്കാം. നേരെ മറിച്ച് എന്തിനാ ഈ ഒരു വെറുതെ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്? അതിൻ്റെ തൊട്ട് പുറകെ തന്നെ കിച്ചുവിൻ്റെ ഇൻ്റർവ്യൂ വരുന്നു. കിച്ചുവിന് നല്ല രീതിയിൽ കളി അറിയാം. കിച്ചു അങ്ങ് ഭയങ്കര മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. ഈ ഇൻ്റർവ്യൂ വന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് ആ സാധനം വന്നത്. എന്നിട്ട് കിച്ചു അതിനകത്തും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട്. അതായത് ഞാനൊരു വസ്തു മേടിക്കും, ഞാൻ വേറെ വീട് വെക്കും എന്നൊക്കെ പറയുന്നില്ല. അതപ്പോൾ അതിനർത്ഥം ആരാണ്? അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് രേണുവിലോട്ടേ അത് ചൂണ്ടത്തോളൂ. മനസ്സിലായില്ലേ? എല്ലാം കണക്കാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ ഈ കുറ്റം പറയുന്ന പരിപാടികൾ നിർത്തുക. അതുകണക്ക് തന്നെ രേണു ഈ സുധിയുടെ ഫാമിലിയെ വലിച്ചിടുന്നു. അവരൊക്കെ ഇന്നേ വരെ എവിടെയും രേണുവിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ഇത് കണക്ക് ഇൻ്റർവ്യൂവും പോഡ്കാസ്റ്റും ഒക്കെ അവർക്ക് കൊടുക്കാമായിരുന്നു. കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരുന്നേനെ? ആയിരുന്നു നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്. മാത്രമല്ല ഇപ്പോൾ രേണുസുതിക്കെതിരെ പ്രചരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സാണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളുമാക്കി കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുതിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഹേറ്റേഴ്സ്? നമ്മുടെ സമൂഹത്തിൽ അവർ കാട്ടിക്കൂട്ടിയ കുറെ കോപ്രായങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് മേടിച്ചു കൊടുത്തത്. ഈവൻ കിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിനൊരിക്കലും നമുക്ക് ഒപ്പോസ് ചെയ്യാനോ മറുപടി പറയാനോ രേണുവിന് പറ്റത്തില്ല. രേണു നാക്ക് വെച്ചിട്ട് കാണിക്കുന്ന ഒരു സീൻ, അത് ചുണ്ട് പൊട്ടിയതാണ് എന്ന് ഒരു മനുഷ്യർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ആ സാധനമൊക്കെ ഒരു മകൻ്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തി അത് കാണുമ്പം, മകൻ്റെ സ്ഥാനമല്ല, മകനെന്ന് കൂട്ടിക്കും, മകൻ ആയിട്ട് തന്നെ വളർത്തിയത്. അപ്പം ആ മകൻ അത് കാണുമ്പം, അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം അവനെ നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റുമോ? അപ്പം രേണുവാണ് എന്ത് പറയണ്ട, രേണുവിൻ്റെ തന്നെ കുഴി തോണ്ടുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത്രയും ജനങ്ങൾ രേണുവിനെ വെറുക്കാനുള്ള റീസൺസ് ഇതൊക്കെയാണ്. കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. രേണുസുതി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നതെന്ന്. പേഴ്സണലി മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ അവരുടെ ടോണാണ്
പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്നൊരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. പിന്നെ ഈ ഒരു വോയിസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂ അവർക്കൊരു സഹായമാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂവർഷിപ്പ് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ടായിരിക്കുമല്ലോ പൈസ കൊടുക്കുന്നത്. അപ്പം അവിടെ എന്തെങ്കിലും വിവാദം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരണം. അവിടെ ആൾക്കാർ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യും തോറും നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന റീച്ച് എന്ത് മാത്രമായിരിക്കും, അതിലൂടെ നിങ്ങൾക്ക് റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു സാധനമായിട്ട് എനിക്ക് നിങ്ങളുടെ ഈ ഒരു സംസാരത്തിലൂടെ എനിക്കത് മനസ്സിലാവുന്നത്. അനാവശ്യമായി പോയി. കാര്യം ഇതല്ലായിരുന്നു അതിൻ്റെ ഒരു റൈറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു അവസ്ഥയിൽ പൈസ അങ്ങോട്ട് കൊടുത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്തിനായിരുന്നു? എന്ത് നേടി എന്നിട്ട്? സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരെ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകളുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ്. പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്, രേണുസുതി വിളിച്ച് അവരുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, ഇൻ്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇൻ്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയുക വിഷമം അതിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിനകത്ത് തലയിടാൻ പോകുന്ന? അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട. അവർ എന്താ പറയുക, അവർ പബ്ലിക്കായിട്ടുള്ളൊരു ഫിഗറാണ്. ആരാ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അവരെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തത്? അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ നിങ്ങൾക്ക് പറയാമല്ലോ. അവരെ പിടിച്ചിരുത്തിയിട്ട് അവരുടെ മകനെ പറ്റിയിട്ട് അവർ കുറ്റം പറയുന്നത് നിങ്ങളത് എൻകറേജ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം എന്താ? ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആണോ? കൊണ്ടുവന്ന് ഇടുന്ന സാധനം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താണോ ഏറ്റവും വലിയ തെറ്റ്? അത്രയും എന്താ പറയുക, ഇപ്പോൾ സുജേട്ടൻ്റെ മരണത്തിന് ശേഷം അത്രയും ലൈംലൈറ്റിൽ വന്നിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജീവിതം നമ്മൾ എന്താ പറയുക, റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതിനകത്തൊരു പരിധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കിച്ചുവിൻ്റെ ഒരു കാര്യത്തിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു വ്ളോഗർ ഉണ്ട്, ഇപ്പോഴും ഞാൻ പേര് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞതുകൊണ്ട് നാളെ ഇതൊരു വിവാദമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു വ്ളോഗർ ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ തംബ്നെയിലാണ് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെയൊക്കെ ഒരു തംബ്നെയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് റിപ്പീറ്റഡ്ലി സംസാരിച്ച് മുഖത്ത് നോക്കി ചോദിക്കുന്നതിനകത്തോട്ടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. അതാ ഞാൻ പറഞ്ഞത്, വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ കിച്ചുവിനെയും ഈ പറയുന്ന രേണുവിനെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം എന്താണ്? അതിൻ്റെ റീസൺ രേണുവാണ്. രേണു ഒരു വീഡിയോ ചെയ്ത സമയത്ത് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചു നമുക്ക് മാത്രം അറിയാവുന്ന പല രഹസ്യങ്ങളും ഉണ്ട്, എന്നെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വന്ന ഒരു വീഡിയോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് അങ്ങനെയൊക്കെയുള്ള തംബ്നെയിൽസ് ആണെന്ന് തോന്നുന്നു. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ മനുഷ്യരും രേണുവിനെയും കിച്ചുവിനെയൊക്കെ ചേർത്തിട്ട് വലിയ രീതി മോശമായിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യരും സംസാരിച്ചിട്ടില്ല. ഇപ്പം നാട്ടുകാരങ്ങനെ ചെയ്യുന്നു, നാട്ടുകാരിങ്ങനെ ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന താളം പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഒരു പ്രയോജനമില്ല. ബെറ്റർ ഈ ഒരു എന്താ പറയുക, രേണുവിന് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പരിപാടി നടത്തുക. അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെയും വിളിച്ചിരുത്തിയിട്ട് അത് എടുത്ത് മാക്സിമം വിറ്റ് കാശാക്കി മാക്സിമം കോൺട്രവേഴ്സി ഉണ്ടാക്കി എന്ത് നേടാനാണ്? അവരെങ്ങനെയെങ്കിലും അവർ റിക്കവറായി വരട്ടെ. റിക്കവറായി വന്നതിന് ശേഷമൊക്കെ അവരതിനെപ്പറ്റി സംസാരിക്കട്ടെ. രേണുവിൻ്റെ അടുത്താണ് പറയുന്നത്, രേണു കഴിവതും ഈ ഒരു
അസുഖം എന്താണ്, അതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് രേണു അത് പെരുമാറുക. എന്നും പറഞ്ഞ് രേണു അയ്യോ പേടിച്ച് അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഈ നെഗറ്റീവ് കാര്യത്തിനകത്തോട്ടൊന്നും ഇൻവോൾവ് ആവാതിരിക്കുക. നല്ല നല്ല റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണം ഇട്ടോ, ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഈ ഒരു ലൂപ്പിൽ നിങ്ങൾ പിന്നെയും കിടന്നാൽ നിങ്ങളുടെ ലൈഫ് പിന്നെയും പടുകുഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.